എന്ന് പറയുന്നത് എന്തായാലും കാളിദാസ് ആ വിവരങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് വിയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രസൂദ്, ഇന്ത്യൻ കായിക ലോകത്തിന് ആകെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് വിനേഷ് ഫോഗട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനേഷ് ഫോഗട്ടിനെ നമുക്കറിയാം, നിരവധി പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന തീയിൽ കുരുത്ത ഒരു താരം. ഈ പ്രഖ്യാപനം അപ്രതീക്ഷിതമല്ലേ? ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കും വിനീഷ് ഫോഗട്ട് ഇങ്ങനെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാര്യം വിനീഷ് ഫോഗട്ടിനെ പോലെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന, ജയവും തോൽവിയും ഒരു മത്സരത്തിൽ കൂടെ ഉള്ളതാണ്. അത് നിയമങ്ങൾ അനുസരിച്ചാണ്. നമുക്കറിയാം, PT ഉഷ 100-ലൊരു അംശത്തിൽ ബ്രോൺസ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്ന് നമ്മൾ വിഷമിക്കുന്നില്ലേ? അതാണ് ആ നിയമം. അതാണ് വളരെ ഇലക്ട്രോണിക്സ് മീഡിയ വളരെ വളരെ ചികഞ്ഞെടുത്താണ് തീരുമാനമുണ്ട്. അതേപോലെ നിരവധി കായിക താരങ്ങൾക്ക്, ഷൈനി ആദ്യമായിട്ട് സെമി ഫൈനലിൽ കയറിയ ഒളിമ്പിക്സിൽ ട്രാക്ക് മാറിപ്പോയില്ലേ? അനുഭവങ്ങളുണ്ടായി, ഒരുപാട് അനുഭവമുണ്ട്. ഇതും നിയമം അനുസരിച്ച് രാത്രി തൊട്ട് വെയിറ്റ് കുറയ്ക്കുന്ന വിനീഷിന്റെ കോച്ചിനും ഒക്കെ അറിയാന്നുള്ള കാര്യമാണ്. വെയിറ്റ് കറക്റ്റായി കാണിച്ചില്ലെങ്കിൽ പുറത്താകും, മത്സരത്തിൽ നിന്നാണ് പുറത്താകുന്നത്. അത് നിയമം എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ ഇത് സംഭവിച്ചപ്പോഴാണ് നമുക്കൊരു ഷോക്ക്. അതും ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഷോക്ക്. അത് മാനസികമായിട്ട് ഒരു അവസ്ഥയാണ്. പക്ഷെ നിയമത്തിൽ നിന്ന് നോക്കിയപ്പോൾ, അതിന്റെ റൂൾ ആൻഡ് റെഗുലേഷൻ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് സംഭവിച്ചത്. അതിന്റെ ഒരു ആഘാതം ആ കുട്ടിക്ക് ഇപ്പോഴും കാണാം. കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കോച്ചിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും വിനീഷിനും അറിയാം. ഇത്രമാത്രം എന്തുകൊണ്ട് കുറഞ്ഞില്ല, അല്ലെ തലേ ദിവസം കൂടുതൽ ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കാം നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയത്. ഇതൊക്കെ അവർക്കറിയാന്നുള്ളത്. വരും ദിവസങ്ങളിൽ അവരുടെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരും. എന്താണ് കോച്ച് പറയണമല്ലോ. വിനീഷ് സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ഒരു അന്തർദേശീയ കോച്ചാണ്, ഫോറിൻ വെളിയിലുള്ള ഒരു കോച്ചാണ്. ആ കോച്ചിന്റെ കീഴിലാണ് വളരെ 2-3 വർഷമായിട്ടുള്ള ട്രെയിനിങ് നടത്തിയിട്ടിരുന്നത്. അത് മാത്രമല്ല, വിനീഷ് ഫോഗട്ട് സെലക്ഷൻ കിട്ടിയ ഉടനെ അവർ പറഞ്ഞെന്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ പാർട്ട്ണർ തരണം, എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റ്, ഇതെല്ലാം കൊടുത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ സായി. അതെല്ലാവർക്കും ആര് ചോദിച്ചാലും കൊടുക്കും. വളരെ നീരജ് ചോപ്രയുടെ കാര്യം അറിയാം, ഓരോരുത്തരുടെ കാര്യം അറിയാം. നമ്മൾ ഒളിമ്പിക്സിന് തയ്യാറെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ഓരോ കായിക താരത്തിനും അതനുസരിച്ചുള്ള അവരുടെ റിക്വയർമെന്റ് എന്താണ് ആവശ്യം അത് കൊടുത്തിട്ടുണ്ട്. അതാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത്, ആ രാത്രി വെയിറ്റ് കുറഞ്ഞില്ല. വെയിറ്റ് കുറയ്ക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, നഷ്ടപ്പെടും, പുറത്താകും അറിയാവുന്നതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചതും നിർഭാഗ്യം നടന്നില്ല. കാര്യം അതും ഒരു സമയമുണ്ടല്ലോ. രാവിലെ 15 മിനിറ്റ് ഉള്ളത് എല്ലാവർക്കും ബാധകമാണ്. അത് മുൻപേ അറിയിക്കുന്നതാണ്, തലേദിവസം അറിയിക്കുന്നതൊന്നുമല്ല. ഇതൊക്കെ ഷെഡ്യൂള് നേരത്തെ ഉള്ളതെന്ന് എല്ലാ കോച്ചസിനും അറിയാം, കളിക്കാർക്ക് ഇവരെയൊക്കെ പോലുള്ള സീനിയർ ആയിട്ടുള്ള കളിക്കാർക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. സംഭവിച്ചു വേണ്ട ദുഃഖം അത് വേറൊരു സൈഡില്. പക്ഷെ നിയമത്തിന്റെ വഴിയിലേ നിൽക്കത്തുള്ളൂ. ആ ഒരു ഷോക്കിലായിരിക്കും ഇന്ന് ഒരു തീരുമാനം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പ്രസൂദ്, വിനീഷിനെ സംബന്ധിച്ച് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. രാജ്യം മുഴുവൻ ആ താരത്തിന് പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാനസികമായി അവരെ വീണ്ടും ഒരു കായിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് രാജ്യത്തിൻ്റെ മുഴുവൻ ഒരു ആവശ്യമാണ്. ആ രീതിയിലുള്ളൊരു സപ്പോർട്ട് നൽകാൻ അവിടുത്തെ സ്റ്റാഫിനോ ഇന്ത്യൻ ക്യാമ്പിനോ കഴിയാതെ പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഒരു കൗൺസിലിങ്ങിന്റെ കൂടെ ആവശ്യമാണ്. ഒരു കൗൺസിലിങ്ങിന്റെ കൂടെ ആവശ്യമാണ്. വിനീഷ് ഫോഗട്ടിന്റെ മാനസികാവസ്ഥയിലാണല്ലോ ഇപ്പം അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് എല്ലാവരും ചർച്ച ചെയ്തതിനു ശേഷമുള്ള തീരുമാനത്തിന് പകരം അവിടെ വെച്ച് ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഒരു മാനസികാവസ്ഥയാണ്. അത് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യം അവിടെ ഉള്ള ഈ പറഞ്ഞ പോലെ സ്പോർട്സ് സൈക്കോളജിസ്റ്റും എല്ലാം കാണും. അവരെല്ലാവരും ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ്. കാര്യം ഞാൻ ഇപ്പോഴും പറയുന്ന വിനീഷിന്റെ ആയിട്ടുള്ള സ്വന്തം വെയിറ്റ് ക്ലാസ്സിൽ അധികമായിട്ട് വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് ഒരു മത്സരത്തിൽ പോകാതെ നിയമപരമായിട്ട് എത്രമാത്രം നല്ല പ്രാക്ടീസ് കൊണ്ടിരിക്കുമ്പോൾ ഏത് വെയിറ്റ് ആണെന്നും അതിനേക്കാളും 1 കിലോ കൂടിയാലും കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 2 കിലോ ഒക്കെ വളരെ തലേദിവസം കൂടുമ്പം 12 മണിക്കൂർ കൊണ്ടൊക്കെ കുറച്ചിട്ട് പിറ്റേന്ന് രാവിലെ കുറയ്ക്കാൻ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 14 മണിക്കൂർ റെസ്റ്റ് ഉണ്ടായിരുന്നു, അത് റെക്യൂപ്പ് ചെയ്യുമായിരുന്നു. നമുക്കൊരു ആ മെഡൽ നഷ്ടപ്പെട്ടാലാണ് നമ്മുടെ എല്ലാം ഇപ്പോഴും ആലോചന. പക്ഷെ ഈ ഒരു തീരുമാനം വീണ്ടും പുനഃപരിശോധിക്കാൻ സാധിക്കും. മെഡൽ നഷ്ടപ്പെട്ടതല്ലേ, ആ അവസ്ഥയിലാണ് ഇപ്പോ. പ്രസൂദ്, ഒറ്റ കാര്യം കൂടി, ഇനി ഈ അപ്പീൽ നൽകിയിട്ടുണ്ട്, അപ്പീലിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്റെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അപ്പീൽ ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം അപ്പീൽ എങ്ങനെ പോകും? ഇത് നിയമം എല്ലാവർക്കും കൂടെ, മത്സരിക്കുന്ന എല്ലാവർക്കും കൂടെ നിയമമാണ്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ 6 മിനിറ്റാണ് ഒരു ഗുസ്തി. 6 മിനിറ്റിൽ ആ ഗുസ്തി അരോചകമാക്കാതെ, ആവശ്യമില്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഒരുപാട് റെസ്റ്റ് മേടിക്കാതെ
ഗുസ്തി കംപ്ലീറ്റ് കളിക്കണം, എത്ര ഫാസ്റ്റായിട്ട് കളിക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നത് അന്താരാഷ്ട്ര ഫെഡറേഷനാണ് വളരെ വർഷങ്ങളായിട്ട്. കാര്യം ഒരു സ്പെക്ടേറ്റേഴ്സ് കാണികൾക്ക് ഒരു മത്സരം കാണുമ്പോൾ അതിൽ ഒരുപാട് തടസ്സപ്പെടുത്തിയിട്ട് റെസ്റ്റ് എടുത്ത് ജയിക്കാന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് മത്സരത്തിന് അത് 15 മിനിറ്റ് നീട്ടിക്കാൻ അത് അരോചകമാവും. അതുകൊണ്ടാണ് നിയമം എല്ലാവർക്കും കൂടെ വേണ്ടി, എല്ലാവർക്കും ഒരേപോലെയാണ്. അതിന് ഈ പറഞ്ഞ പോലെ അധികം റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല, വെറുതെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ട് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കുക, അതൊക്കെ നിയമമുണ്ട്. ആ നിയമത്തിന്റെ അനുസരിച്ചാണ് ഈ ഗുസ്തി മത്സരമെല്ലാം. വളരെ കാലമാണ് ഗുസ്തി എത്ര നാളുകൊണ്ട് തുടങ്ങിയെന്നുള്ളതും ഇന്ത്യയുടെ ചരിത്രമാണെന്നും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ നിയമത്തിന് വിധേയമായിട്ടാണ് വിനീഷ് ഫോഗട്ടിനും അതിന്റെ കോച്ചിനും നല്ലപോലെ അറിയാം. വെയിറ്റ് കുറച്ച് കൃത്യമായിട്ട് കാണിച്ചില്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് പുറത്താകും. അതാണ് റൂള്, അതാണ് സംഭവിച്ചത്. നന്ദി ശ്രീ വി എൻ പ്രസൂദ്. ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി വി എൻ പ്രസൂദാണ് നമ്മോടിപ്പോൾ